ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 12 5G സീരീസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്, ഇൻഫിനിക്സ് നോട്ട് 12 5Gയും അതുപോലെ തന്നെ ഇൻഫിനിക്സ് നോട്ട് 12 Pro 5Gയും. ഇതിൽ ഇൻഫിനിക്സ് നോട്ട് 12 Pro 5G എന്ന ഫോണ് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 12 Pro 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 12 Pro 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല, പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈന് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈനോ കൊടുക്കായിരുന്നു. ഇനി രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും. പിന്നെ ഇതൊരു 5G ഫോൺ ആണെന്നുള്ള കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.98 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്നോഫോൾ വൈറ്റും അതുപോലെ തന്നെ ഫോസ് ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ MEDIATEK DIMENSITY 810 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇത് തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 12 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 GB റാം ഈ ഫോണിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ 8 GB റാം വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ 1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 108 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ബാക്കി രണ്ട് സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്, മറ്റേത് 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് ഈ ഒരു 2 മെഗാപിക്സൽ സെൻസേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ആക്കായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ LED ഫ്ലാഷ് ഒക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻട്രോഡക്ടറി ഓഫറായിട്ട് 1000 രൂപയുടെ ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയുടെ ഓഫൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോൺ 15,499 രൂപയ്ക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജൂലൈ 14 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് നോട്ട് 12 Pro 5G എന്ന ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സ് നോട്ട് 12 Pro 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.